ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർഗാൻസ റിബൺ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് 1 ഇഞ്ചിൻ്റെ ഓർഗാൻസ റിബണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗാൻസ റിബണിനെ ഞാൻ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നൂലൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോരും, ഇത് ഓർഗാൻസ മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ ഇതുപോലെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അറ്റത്ത് നല്ല രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ചെരിച്ചിട്ട് കട്ട് ചെയ്ത അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മളെ നോർമൽ സ്റ്റിച്ചിങ് രീതി. നമ്മൾ ഏകദേശം 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം റിബൺ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ വീടിൻ്റെയൊക്കെ മേൽക്കൂരയുടെ ആ ഒരു ഷേപ്പിൽ. ഇനി നമ്മൾ ആ മടക്കിൽ കൂടി അതിൻ്റെ അറ്റത്ത് കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഇതൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ 7 ഇതൾ വെച്ചിട്ട് ചെയ്തെടുക്കാം. അതിന് ഇതേ രീതിയിൽ തന്നെ നമ്മൾ റിബണിൻ്റെ അറ്റത്തിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 2 സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാ പറ്റിലും ആ ഒരു സെയിം അളവിൽ, ഏകദേശം ആ ഒരു അളവിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളക്കുന്നില്ല എങ്കിൽ കൂടി ആ ഒരു അളവിലായിടാം. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ ആയതിനു ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മടക്കുമ്പോൾ ആ ഒരു വശം ഇതുപോലെ ഒന്ന് ചെരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ചെരിവിൽ കൂടി തന്നെയാണ് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതിലും കിട്ടിയിട്ടുണ്ട്. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് 7 പെറ്റലായി കിട്ടുന്നത് വരെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 7 പെറ്റൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പെറ്റൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെരുവിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അറ്റത്ത് നമ്മൾ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൂചി ഒന്ന് ടൈറ്റാക്കി വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആയി കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശത്ത് കൂടിയിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റായിട്ട് നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ സൂചിയെ നമ്മൾ ആ കെട്ടിട്ട് കൊടുത്തതിൻ്റെ ആ ഉള്ളിൽ കൂടിയിട്ട് ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുമ്പത്തെ ഫ്ലവറൊക്കെ ചെയ്തെടുത്ത ആ ഒരു സെയിം രീതിയിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മളിതുപോലെ കെട്ടിൻ്റെ ഉള്ളിൽ കൂടി സൂചിയെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൂലിനെ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ശേഷം ബാക്കി വരുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് 9 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ കൂടി ചെയ്തെടുക്കണം. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ കൂടുതൽ ലെങ്തി ആവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ നമുക്ക് 9 ഇതളുകളും 7 ഇതളുകളുമുള്ള ഒരു ഫ്ലവർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം രീതിയിൽ തന്നെ 6 ഇതളുകളുള്ള 2 ഫ്ലവർ കൂടി ചെയ്തെടുക്കണം. ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ 6 ഇതളുകളുള്ള ഫ്ലവർ ഇതുപോലെ റൗണ്ട് ഷേപ്പിലല്ല ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഹാഫ് ഭാഗം പോലെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 6 പെറ്റൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഇതുപോലെ ടൈറ്റാക്കി വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലവറിൻ്റെ പകുതി ഭാഗം പോലെ ആയതിന് ശേഷം അവിടെ ഇതുപോലെ ഒന്ന്
കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. റൗണ്ട് കംപ്ലീറ്റ് ആകാതെ ഒരു ഹാഫ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെയുള്ള ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ലൈറ്റർ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് അതുപോലെ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്ലെയിൻ മെറ്റൽ ഹെയർ ബാൻഡിൽ സാറ്റിൻ റിബൺ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കവർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പ്ലെയിൻ ഹെയർ ബാൻഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഇത് നമുക്കൊരു 12 പീസായിട്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ കുറവ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കവർ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറും ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിത് അതുപോലെയുള്ളൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏറ്റവും വലിയ ഫ്ലവർ, അതായത് 9 പെറ്റൽ വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലിതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ പേപ്പർ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നന്നായി ഒട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 7 പെറ്റലുള്ള ആ ഒരു ഫ്ലവർ കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള 2 പകുതി ഫ്ലവറുകൾ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ 2 വശത്തായിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വശത്ത് നമ്മളിതാ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ആ ഒരു ഫ്ലവറിനെ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിനോട് ചേർത്തിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇനി അടുത്ത വശത്തും നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ ആ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒരു ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു സ്റ്റോണും ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോണിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊക്കെ വാങ്ങാം. ഇനി നമ്മളിതും സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിബണിൽ കത്രിക കൊള്ളാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഹെയർ ബാൻഡിൽ ഈ ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് മാറിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഫ്ലവർ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്ലവർ ഹെയർ ബാൻഡിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെയും ഹെയർ ബാൻഡിൻ്റെയും താഴെ ഭാഗത്ത് അതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഹെയർ ബാൻഡിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.